നമസ്കാരം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ വകുപ്പ് വിഭജന ചർച്ചകൾ നടക്കുകയാണ്. ഇത്തവണ നമ്മൾക്ക് അറിയാവുന്നതുപോലെ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയാത്ത, BJPക്ക് ഒറ്റയ്ക്ക് എല്ലാ ഡിസിഷനും എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ നിതീഷ് കുമാറും ഒപ്പം തന്നെ TDPയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ചോദിക്കുന്നു, ലോക്സഭാ സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നു. അതിൽ ഉടക്കി നിൽക്കുകയാണ്. ഒരു അന്തിമ തീരുമാനം ഇനിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 3 ക്യാബിനറ്റ് മന്ത്രി പദമാണ് ഈ 2 പാർട്ടികളും ചോദിക്കുന്നത്. പിന്നെയുള്ള മറ്റ് കക്ഷികളും ക്യാബിനറ്റ് പദവികൾ ചോദിക്കുന്നു, ലോക്സഭാ സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നു, നയപരിപാടികളിലെ ചില വ്യത്യാസങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരു കോമൺ മിനിമം പരിപാടി വേണം, അതായത് നമ്മുടെ സഖ്യത്തിനൊരു പൊതു മിനിമം പരിപാടി വേണം. ആ പരിപാടിക്കൊപ്പിച്ചുവേ മുന്നോട്ട് പോകാൻ കഴിയും. BJPക്ക് എന്തും തീരുമാനിക്കാൻ കഴിയുന്ന ഒരു നിലയുണ്ടാവരുത് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതിൽ തന്നെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ, പ്രതിരോധ വകുപ്പിനെ കുറിച്ചൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിന്മേലൊരു തീർപ്പുണ്ടാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസിസിലാണ് സത്യത്തിൽ ഇപ്പോൾ NDA മുന്നണി ഉള്ളത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഈ പോർട്ട്ഫോളിയോ വീതം വെപ്പ് എന്തുമാത്രം സ്മൂത്തായിരിക്കും എന്ന് നമ്മൾ നോക്കുകയാണ്. അജിംസ് എന്താണ് തോന്നുന്നത്? ഈ BJPയെ സംബന്ധിച്ചൊരു വലിയ ക്രൈസിസ് ആകുമോ? ഈ പ്രഷറിന് എന്തുമാത്രം നമ്മൾ എന്താ പറയുന്നത്, അങ്ങേയറ്റം പോകുമെന്ന് വിചാരിക്കണം? അതോ ചില ലക്ഷ്യങ്ങൾ വെച്ച് കൂടുതൽ ആവശ്യപ്പെടുന്നു, ഒരു മിനിമത്തിൽ മുറിക്കുക, അതാണോ ഇവരുദ്ദേശിക്കുന്നുണ്ടാവുക? അല്ല, ഇങ്ങനെ ആവശ്യപ്പെടുന്നതിന് ഇപ്പോൾ TDPയും JDUവും ഇങ്ങനെ ആവശ്യപ്പെടുന്നതിന് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ JDUവിനെ സംബന്ധിച്ചാണെങ്കിൽ JDU നേതാവ് നിതീഷ് കുമാർ ഇങ്ങനെ അലയൻസ് സ്വിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ചീത്ത പേര് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ മോദി വന്നതിന് ശേഷം തന്നെ അദ്ദേഹം 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു പേര് നിലനിർത്തും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ 74 വയസ്സായി. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് കുറേ നാൾ കൂടി രാഷ്ട്രീയത്തിൽ നിൽക്കണം. അപ്പോൾ ഇനിയും മാറുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു നാണക്കേട് തന്നെയായിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹം ഈ ഇന്ത്യ അവിടുത്തെ മഹാഗഡ്ബന്ധനിൽ നിന്ന് മാറി NDAയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ ആവശ്യം. അദ്ദേഹത്തിന് അത് വഴങ്ങാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം മുന്നണി മാറി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ് ചെയ്യുന്നത്. ഇനി തേജസ്വി യാദവ് ആകട്ടെ കുറേ കൂടി ലാലു പ്രസാദ് യാദവിനെ പോലെ തന്നെ ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായി, പ്രായം കുറവാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവിടെ ഒരു ഭീഷണിയുണ്ട്. ആ ഭീഷണി മറികടക്കാൻ അദ്ദേഹത്തിന് NDA ആണ് കുറേ കൂടി സെക്യൂർ ആയിട്ടുള്ള പൊസിഷൻ അദ്ദേഹം മനസ്സിലാക്കിയാണ് കൊണ്ട് മാറിയത്. അങ്ങനെ ഇരിക്കെ നിതീഷ് കുമാറിൻ്റെ ഈ ഡിമാൻഡ്സ്, അതായത് കീ പൊസിഷൻസ് വേണം, പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം എന്നുള്ളത് ഒരുപാട് മസിൽ പിടിച്ച് അദ്ദേഹം അത് NDA യോഗത്തിൽ പറയാൻ സാധ്യത കുറവാണ്. കാരണം NDAയോടൊപ്പം നിൽക്കേണ്ടത് നിലവിൽ നിതീഷ് കുമാറിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം അടുത്ത വർഷം ബീഹാറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു NDAയിൽ കുറേ മസിൽ പിടിച്ച് ഞാനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു കഴിഞ്ഞാൽ അത് മൊത്തം അദ്ദേഹത്തിൻ്റെ പ്ലാൻ തെറ്റിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ കേന്ദ്രത്തിലെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുക എന്നതിനപ്പുറം ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി മരിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് NDAയിൽ അദ്ദേഹം എനിക്ക് റെയിൽവേ തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഈ വകുപ്പ് തന്നേ പറ്റൂ എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ആ നമ്പർ കിട്ടിയാൽ മതിയാവും. ഒരു പക്ഷേ 3 ക്യാബിനറ്റ് സീറ്റ് എന്നുള്ള നമ്പർ കിട്ടിയാൽ മതിയാവും. അല്ലെങ്കിൽ ആഭ്യന്തരം വേണം, അത് വേണം, ഇത് വേണമെന്ന് അദ്ദേഹം പറയാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ന് NDA യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ബീഹാറിൽ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ അത് പ്രശ്നമായി മാറും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രോസ്പെക്ട്സിനെയും തകട് മറിക്കും എന്നുള്ളതാണ് അദ്ദേഹം അത് പറയുന്നത്. അതും ഒരു ആജ്ഞാ സ്വഭാവത്തിൽ അത് നടത്തിയേ പറ്റൂ എന്നുള്ള അർത്ഥത്തിലല്ല, അത് BJPയുടെയും JDUവിൻ്റെയും ബീഹാർ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ കുറയ്ക്കുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അതവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മസിൽ പിടുത്തം നിതീഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും കിട്ടുന്നത് വാങ്ങി തൃപ്തിപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതല്ല അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ TDPയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. TDPയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മുറിവേറ്റ സിംഹമാണ്. പല കാരണങ്ങളാൽ BJPയിൽ നിന്ന് മുറിവേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്ന് മാത്രമല്ല, അതിരൂക്ഷമായ ഭാഷയിൽ മോദിയെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ 2019 തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് നിർത്താൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും ഈ സദേൺ സ്റ്റേറ്റിനോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ചിറ്റമ നയം, അതിനെതിരെ കൃത്യമായ നിലപാടുള്ള ആളാണ് സ്റ്റാലിനെ പോലെ തന്നെ. സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ എടുത്ത് കണ്ടായിരുന്നല്ലോ. അത് ആ ഫോട്ടോയോടൊപ്പം എഴുതി ഇതേ കാര്യമാണ്, സദേൺ സ്റ്റേറ്റിന് വേണ്ടി NDA സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ചന്ദ്രബാബു നായിഡു ഗാരുവിന് കഴിയട്ടെ എന്നാണ് അദ്ദേഹം ആശംസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ കൂടി മോദിക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾ ചന്ദ്രബാബു നായിഡു ആയിരിക്കും. അദ്ദേഹം ചോദിച്ചത് വാങ്ങിയെടുക്കും. അദ്ദേഹത്തിൻ്റെ ആവശ്യം പ്രത്യേക പാക്കേജ്, ഇപ്പോൾ ബീഹാറിന് പ്രത്യേക പാക്കേജ് നിതീഷ് ചോദിക്കും, കിട്ടിയാൽ അദ്ദേഹത്തിന് സന്തോഷം. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ പ്രത്യേക പാക്കേജ് അദ്ദേഹത്തിന് ആവശ്യമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെ അതിന് കൃത്യമായ ഒരു തലസ്ഥാനമില്ല. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി കഴിഞ്ഞ 10 വർഷം ഭരിച്ചിട്ടും അദ്ദേഹത്തിന് പ്ലാൻ ഇതുവരെ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്ലാനുണ്ട്, 3 തലസ്ഥാനം എന്ന പ്ലാൻ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്.
ആ പ്ലാനിനെതിരെ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റ് ആന്ധ്രയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ പ്ലാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തലസ്ഥാനം വേണം. അത് അമരാവതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുണ്ടൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു പുതിയ സിറ്റി തന്നെ അദ്ദേഹം പണിയണം. അതിന് കൃത്യമായ പ്ലാൻ അദ്ദേഹത്തിനുണ്ട്. അതിന് പണം വേണം. ആ ഫണ്ട് അദ്ദേഹം ചോദിച്ചു വാങ്ങും. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്താണ് പ്രത്യേക പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു തലസ്ഥാനം പണിയുക എന്നുള്ളതാണ്. അപ്പോൾ അതേക്കുറിച്ച് കൃത്യമായ ധാരണകളാണ് നായിഡു. അപ്പോൾ നായിഡുവിനെ മെരുക്കാനായിരിക്കും കുറേ കൂടി പാട്. മറ്റൊന്ന്, ആന്ധ്രയിൽ തന്നെ സവിശേഷമായ ആഭ്യന്തര സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് നമുക്കറിയാം. ആ വോട്ട് ബാങ്കിൻ്റെ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മേലിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് BJP സർക്കാർ കഴിഞ്ഞ 10 വർഷം പുലർത്തി വന്ന പോളിസികൾ, ആ പോളിസികളെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ചന്ദ്രബാബുവിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അദ്ദേഹത്തിന് ടഫിൽ നിൽക്കണമെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ CAA ആകട്ടെ, CAA-യുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ അത്തരം ഇതുവരെ പുലർത്തി വന്ന പോളിസികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡു അത് തുറന്ന് എതിർക്കാനാണ് സാധ്യത. അദ്ദേഹത്തെ മാനേജ് ചെയ്യാനായിരിക്കും കുറേ കൂടി മോദിയെ സംബന്ധിച്ച് പാട്. പക്ഷേ ഇവർ രണ്ടുപേരും നാളെ ഈ സഖ്യം പൊളിച്ച് പുതിയ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. 5 വർഷം പൂർത്തീകരിക്കുന്ന തരത്തിൽ തന്നെ ഇവർ തുടരുക തന്നെ ചെയ്യും, സഖ്യത്തിൽ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ മോദി അമിത്ഷാ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഏതായിരിക്കും? അതിനിടയ്ക്ക് രാജ്നാഥ് സിംഗിനെ ആഭ്യന്തര വകുപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ രാജ്നാഥ് സിംഗിനെ ആഭ്യന്തര വകുപ്പിലേക്ക് കൊണ്ടുവരുന്നു എങ്കിൽ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് RSS ഈ പുതിയ സർക്കാർ രൂപീകരണത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സ്വയം പര്യാപ്തരാണ്, RSSൻ്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടെന്ന് JP നഡ്ഡ പറയുമ്പോൾ ആണ് ഈ വലിയ തിരിച്ചടി അവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് അവരെന്ത് ചെയ്യാണ്? അവർ ചിലപ്പോൾ ഒരു ഖർവാപ്പസി RSSലേക്ക് തിരികെ പോക്ക് നടത്തിയേക്കാം. അങ്ങനെ നടത്തുകയാണെങ്കിൽ RSSൻ്റെ ഒരു ചരട് ഈ പുതിയ സർക്കാരിലുണ്ടാവും. അതിനർത്ഥം എന്താണ്? അമിത്ഷായ്ക്ക് ഒരു ഫ്രീ ഹാൻഡ്, മോദിക്ക് ഒരു ഫ്രീ ഹാൻഡ് അതിലുണ്ടാവില്ല എന്നാണ്. കുറേ കൂടി RSSൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരായിരിക്കും വരിക. പക്ഷെ അതുകൊണ്ട് ഈ പോളിസികളിൽ വ്യത്യാസം വരുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോളിസികളിൽ വ്യത്യാസം വരുമെന്ന്. RSSൻ്റെ നിയന്ത്രണത്തിലുള്ളതുകൊണ്ട് 1ഉം 2ഉം മോദി സർക്കാരിൻ്റെ പോളിസികളിൽ നിന്നൊരു വ്യതിയാനം ഈ സർക്കാരിൽ ഉണ്ടാവണമെന്നില്ല. പോളിസി അതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ സമ്മർദ്ദം ഞാൻ പറയുന്നുള്ളത് ചന്ദ്രബാബു നായിഡുവിനെ പോലെ നിതീഷ് കുമാറിനെ പോലുള്ളവരുടെ സമ്മർദ്ദം നിരന്തരം ഏൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവർ കുറേ കൂടി മൈൽഡായിട്ട് പോകാൻ ശ്രമിക്കും. ഇവിടുത്തെ യഥാർത്ഥ ചലഞ്ച് അതല്ല. മോദിയും അമിത്ഷാ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ മോദിയും അമിത്ഷായ്ക്കും ഈ കൊയലിഷൻ രാഷ്ട്രീയം അല്ലെങ്കിൽ സർക്കാർ, ഈ മൈനോറിറ്റി സർക്കാരിനെ എങ്ങനെ വിജയകരമായി 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം അത് വലിയ ചലഞ്ചാണ്. മോദിയും അമിത്ഷാ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, അവരെ സംബന്ധിച്ച് വലിയ ചലഞ്ചാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു പഴയ പോലെ ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു ഭരണം അങ്ങനെ ആയിരിക്കില്ല ഇനി ഉണ്ടാവാൻ പോവുക. അത് യഥാർത്ഥത്തിൽ അതായിരിക്കും മോദിക്കും അമിത്ഷായ്ക്കും ഇന്ത്യൻ ജനത നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒരു മൈനോറിറ്റി സർക്കാരിനെ നയിക്കാൻ അവസാന കാലത്ത് മോദിക്ക് ഗതിയുണ്ടായി. അങ്ങനെ ഗതികേട്ടിലേക്ക് എത്തിപ്പെട്ടതായിരിക്കും. പക്ഷേ ഭരണം പോകുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഈ കോalition സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡെമോക്രസി എന്ന് പറഞ്ഞ ആശയത്തൊക്കെ പഠിക്കാൻ പറ്റും. എന്താണ് ഈ സംഗതി മനസ്സിലാവാൻ എന്തുമാത്രം ചലഞ്ചസ് ഇവർക്ക് മുമ്പിലുണ്ടെന്നാണ്. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇത് NDA സംബന്ധിച്ചിടത്തോളം, അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, മോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് പീരീഡാണ്, ഒരു പാഠശാലയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വരുന്ന വാർത്തകളുണ്ടല്ലോ, പലതരം പോർട്ട്ഫോളിയോസ് ആവശ്യപ്പെടുന്നു, പലതരം ഡിമാൻഡ്സ് ഈ പറയുന്ന ഘടകകക്ഷികൾ പ്രത്യേകിച്ച് TDPയും JDUവും മുന്നോട്ട് വെക്കുന്നതൊക്കെയുള്ള വാർത്തകൾ, അതൊന്നും വെരിഫൈഡ് എന്നുവെച്ചാൽ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയല്ല, എന്താണ് അൺവെരിഫൈഡ് ആയിട്ടുള്ള സ്പീക്കർ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടാണ്. സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യം, ഈ അഗ്നിവീർ പദ്ധതിയുടെ കാര്യം, സ്പെഷ്യൽ പാക്കേജിൻ്റെ കാര്യം, അതൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. അത് ശരിയുമായിരിക്കും. കാരണം കോalition പൊളിറ്റിക്സിൽ അത് വളരെ അതെന്തോ ഒരു അസ്വാഭാവിക സംഗതിയാണ് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം അതൊരു അസ്വാഭാവിക സംഗതിയാണ്. NDA പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ്, വൻ പ്രശ്നം. അങ്ങനെയേ അല്ല. ഈ കോalition പൊളിറ്റിക്സിൻ്റെ ഏറ്റവും പ്രാഥമികമായുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്താണ് അടിസ്ഥാനം വെച്ചാൽ ആസ്ക് ദ ഇമ്പോസിബിൾ എന്നുള്ളതാണ് കോalition പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനം. ആസ്ക് ദ ഇമ്പോസിബിൾ, എന്നാലേ എന്തെങ്കിലും പോസിബിൾ ആവുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആഭ്യന്തര വകുപ്പ് ചോദിച്ചാൽ കൃഷി വകുപ്പ് കിട്ടുകയുള്ളൂ, അതിനുവേണ്ടി പിടിച്ച് നിൽക്കണം, അങ്ങനെ അത് പോവുള്ളൂ. അതിൽ അങ്ങനെ വേണം, ഡെമോക്രസിയിൽ അങ്ങനെ വേണം. ഓരോരുത്തരും അവരവരുടെ ആ സ്റ്റേക്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുകയും അത് എസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന ഈ മൾട്ടി റെപ്രസെൻറ്റേഷൻ, എല്ലാ ഭാഗത്തുള്ള റെപ്രസെൻറ്റേഷൻ, എല്ലാ സെഗ്മെൻറ്റിൻ്റെയും റെപ്രസെൻറ്റേഷൻ, എല്ലാ ജിയോഗ്രഫിയുടെയും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? അവരവിടെ ചുമ്മാ പോയിരിക്കാനല്ലോ, അവർ ബാർഗെയിൻ ചെയ്യാൻ തന്നെയാണ്. അവർ ബാർഗെയിൻ ചെയ്യണം, അവർ അസേർട്ട് ചെയ്യണം, അവർ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ തന്നെ മൊത്തത്തിൽ അത് ക്വാളിറ്റേറ്റീവ്ലി അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഈ സംഗതികൾ ചെയ്യുക. അമിത്ഷായും മോഡിയും അജിംസ് പറഞ്ഞവരെ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചെടുക്കും, അങ്ങനെയൊക്കെയുണ്ട്. പ്ലസ് ഇതിൻ്റെ കൂടെ ഈ പറയുന്ന ഈ കോalition പാർട്ട്നേഴ്സ് ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തേക്കാൾ ഞാൻ കാണുന്നത് നാഗ്പൂർ നേരത്തേക്കാൾ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളതാണ്. രാജ്നാഥ് സിംഗ് മാത്രമല്ല, നിതിൻ ഗഡ്കരിയും ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ ശനിയാഴ്ചയാണല്ലോ സത്യപ്രതിജ്ഞ ഉണ്ടാകുന്ന ആദ്യം വാർത്ത വന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെ ശനിയാഴ്ച എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, രാഷ്ട്രപതി ഇതുവരെ ക്ഷണിച്ചിട്ടില്ല, രാഷ്ട്രപതിയുള്ള മീറ്റിങ്ങും ഇതുവരെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ അധികം നെഗോഷിയേഷൻസ് ഇനിയും നടക്കാനുണ്ടെന്നുള്ളതാണ്. ആ നെഗോഷിയേഷൻസ് ആരൊക്കെ തമ്മിലാണ്? അത് ഈ പാർട്ട്നേഴ്സും BJPക്കിടയിലുള്ള നെഗോഷിയേഷൻസ് ഉണ്ട്, നാഗ്പൂരും അശോക റോഡും തമ്മിലുള്ള നെഗോഷിയേഷൻസ് ഉണ്ട്. അത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഒരു ഡേറ്റ് പറയാൻ പറ്റാതെ. ഇന്ന ദിവസം സത്യപ്രതിജ്ഞ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന ദിവസം ക്യാബിനറ്റ് ഫോം ചെയ്യുമെന്നും പറയാൻ പറ്റാതെ അതിങ്ങനെ നടക്കുന്നു. എഗെയിൻ ഞാൻ പറയുന്നു, ഇതെല്ലാം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എന്തോ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ദിസ് ഓൾ ആർ പാർട്ട് ഓഫ് ദ ബിസിനസ്. ഒരു കോalition പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നീട് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അജിംസ് പറഞ്ഞ പോലെ ഇത് 5 വർഷം പൂർത്തിയാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് എങ്ങനെയാണ്, ഇത് എവിടെയാണ് എൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇതിനിടയിൽ നടക്കുന്ന അസംബ്ലി ഇലക്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട്സ് എന്താണ് എന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭാവി നിൽക്കുന്നത്. അത് ഉടനെ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന റിസൾട്ട് പോലും ഇതിനെ ബാധിക്കില്ല. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകൾ, അതേക്കാൾ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെയും ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിരിക്കും. അതാണ് എന്തായാലും നരേന്ദ്രമോദിയുടെ പുതിയ ഈ എന്താ പറയുക അധികാരഘട്ടം അദ്ദേഹത്തിന് ജനാധിപത്യത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ്. പക്ഷേ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള ഇഷ്യൂ ഉണ്ട്, ഒപ്പം ഈ സങ്കീർണതകളുണ്ട്. അതിനെ അവരെങ്ങനെ മറികടക്കുന്നു എന്നതാണ്.